പക്ഷേ ഹർഷൻ ഇപ്പോൾ പറഞ്ഞ ആശാവർക്കർമാരുടെ സമരം അതുകൊണ്ട് മാത്രം സമ്പൂർണ്ണമായിട്ട് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിനും മുഴുവൻ പേർക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ പണിമുടക്കിനെ പിന്തുണക്കാനുള്ള ബാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ആശാവർക്കർമാരുടെ സമരം CPM-ൻ്റെ സർക്കാരിന്, CPI-യുടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയാണ്. അപ്പോൾ ഇടതുപക്ഷം പക്ഷേ അപ്പാടെ തന്നെയും ഈ സമരം നടത്തുകയാണല്ലോ, അവരതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷം ഈ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഇടതുപക്ഷം മനസ്സിലുള്ള ആളുകൾ CPM-ൻ്റെയും CPI-യുടെയും മറ്റ് ഘടകകക്ഷികളുടെ എല്ലാം പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ സമരത്തിന് സമ്പൂർണ്ണമായിട്ട് പിന്തുണ നൽകുകയാണ്. ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ ആശാസമരത്തിനൊപ്പമായിരുന്നു കേരളത്തിൽ. ആശാസമരം നടത്തുന്ന ആളുകൾക്കൊപ്പം അങ്ങേയറ്റം ഹൃദയപൂർവ്വം ചേർന്ന് നിന്ന ആളുകളാണ് CPM വിരുദ്ധരായിട്ടുള്ള മറ്റ് കോൺഗ്രസിൻ്റെയും നമ്മുടെ ഒരുപാട് സാംസ്കാരിക നായകരും മറ്റുമൊക്കെ. അവർ സ്വാഭാവികമായിട്ടും ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ കൂടെ ഇതിനകത്ത് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരും ഈ സമരത്തിനൊപ്പം നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അവരുടെയും പിന്തുണ ഈ സമരത്തിന് ആവശ്യമായിട്ട് വരണം. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നാണ്, ആവശ്യങ്ങളൊന്നാണ് സാമൂഹ്യ സുരക്ഷകളിലെ വളണ്ടിയർമാരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കണം എന്ന്. ആ ആവശ്യം വന്നതോടുകൂടി തന്നെ ആശാവർക്കർമാരുടെ സമരം അതിനകത്ത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആശാവർക്കർമാരുടെ കേരളത്തിലെ സമരത്തെ പിന്തുണക്കുന്ന BJP, കോൺഗ്രസ്, മറ്റിതര സാംസ്കാരിക വലിയ മഴവിൽ പോലെയുള്ള ഒരുപാട് ആശയാടിത്തറകളിലുള്ള ആളുകളെല്ലാം ഈ സമരത്തിനൊപ്പം നിൽക്കുന്നു. എന്നാൽ ഈ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് പിന്നിലുള്ള CPM-ഉം CPI-യും ഒക്കെ ഈ സമരത്തോടൊപ്പം ചേർന്ന സംഘാടകരായതുകൊണ്ട് അവർ നിൽക്കുന്നു. അപ്പോൾ കേരളം മുഴുവൻ ഈ സമരത്തിനൊപ്പം നിൽക്കുകയാണ് എന്ന ചിത്രം നമുക്കിപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാളെ മാധ്യമങ്ങളിലും പത്രങ്ങളിലുമൊക്കെ വഴിതടയൽ ബുദ്ധിമുട്ടുകൾ, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് മാത്രമായിട്ട് മാറാതെ ഈ ആവശ്യങ്ങളെ ഞങ്ങൾ കൂടെ അംഗീകരിക്കുന്ന ആവശ്യങ്ങളാണ് എന്നത് തുറന്ന മനസ്സോടെ മനസ്സിലാക്കിയിട്ട് ആളുകൾ അപ്പാടെ നിൽക്കണമെന്നാണ് ഞാൻ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഹർഷൻ, അതായത് തൊഴിലാളി സമരങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും രാജ്യവ്യാപക പണിമുടക്കുകൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടുന്ന ഒരു അഫെയറാണ്. കാരണം ലോകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ തുടക്കം മുതൽ തന്നെ തൊഴിലാളി സമരങ്ങളാണ് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ശരിക്കും നിർണ്ണയിച്ചിട്ടുള്ളത്. അതായത് സർക്കാർ അവരുടെ ബിസിനസ് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുന്നതാണ്. സർക്കാരിന് പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ 100,000 കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ചുമതലയുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തൊഴിൽ ആവശ്യങ്ങളൊക്കെ ഒരല്പം പിന്നോട്ട് പോകുക എന്നത് സ്വാഭാവികമാണ്. അവരെത്ര തൊഴിലാളി അനുകൂല സർക്കാരുകളാണെങ്കിലും അവരുടെ ബിസിനസ് അഫയേഴ്സ് മറ്റു പലതുമായതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളി സംഘടനകൾക്ക് തന്നെ അവരുടെ ആവശ്യത്തെ മുന്നോട്ടെടുത്ത് വെക്കുക എന്ന കാര്യങ്ങൾ ഉണ്ടായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് അവരത്രയ്ക്ക് ശക്തമായിട്ട് കാലാകാലങ്ങളായിട്ട് ഈ സമരം നടത്തുകയും മറ്റും ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം, ഇത് ഇന്ത്യയിൽ മാത്രമോ കേരളത്തിൽ മാത്രമോ അല്ല, ലോകവ്യാപകമായിട്ട് പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങൾ നമ്മൾ കണക്കാക്കുന്നിടങ്ങളിലെല്ലാം, വികസിത രാജ്യങ്ങളെന്ന് കണക്കാക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം തൊഴിലാളി സമരങ്ങൾ നടക്കുകയാണ്. UK-യിൽ ഇപ്പോൾ ജൂനിയർ ഡോക്ടർമാരുടെ സമരം ശമ്പള വർധന ആവശ്യപ്പെട്ട് നടക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ വൈറ്റ് കോളർ ജോലികൾ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളടക്കം, ഉദാഹരണത്തിന് ഹോളിവുഡിൽ എഴുതുന്ന ആളുകൾ, മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകൾ, തിരക്കഥ എഴുതുന്ന ആളുകൾ പോലും സമരം നടത്തിയല്ലോ. അപ്പോൾ സമരം എന്നത് മുമ്പ് ഈ സോഷ്യൽ മീഡിയയും മറ്റ് പൊളിറ്റിക്കൽ അവയർനെസ്സും ചെറുപ്പക്കാർക്ക് അത്ര ഇല്ലാതിരുന്ന കാലത്ത് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള മാധ്യമങ്ങൾ മാത്രം ഈ കാര്യങ്ങളെ കൂടുതലായിട്ട് ആശയങ്ങളെ മുന്നോട്ട് വെക്കുന്ന ഒരു കാലത്ത് സമരങ്ങൾക്കെതിരായിട്ടുള്ളൊരു പൊതുബോധം പൊതുവിൽ ഉണ്ടാകുമായിരുന്നു. കേരളത്തിൽ തന്നെയും ഒരു 10-20 കൊല്ലം മുമ്പ് അങ്ങനെ സമരത്തോട് വളരെ മോശമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ആളുകൾക്കറിയാം ലോകവ്യാപകമായിട്ട് നമ്മൾ വളരെ നക്ഷത്ര ജാജ്വല്യമാനമായിട്ട് കാണുന്ന ഈ ഹോളിവുഡിലടക്കം സമരം നടക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ ചില സിനിമാ നടന്മാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ള ചെറിയ പ്രശ്നമുണ്ട്.